ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു SP ഫാർം ഉണ്ടാക്കണം. ഇവിടെ ഒരു സ്പോണർ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു, ഒരു സോംബിൻ്റെ സ്പോണർ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് SP നല്ല കിട്ടും. നമുക്ക് ആവശ്യത്തിനുള്ള SP അതിൽ തന്നെ കിട്ടിക്കോളും. അവർ ചെറിയൊരു മോബ് ഫാർമുള്ള രീതിയിലാണ് ഉണ്ടാക്കാൻ പോണത്. സ്പോണറിന് എല്ലാ ഭാഗത്തേക്കും 4 ബ്ലോക്ക് വീതം നമ്മൾ മൈൻ ചെയ്ത് മാറ്റണം. അതുപോലെ തന്നെ മേലക്കും 4 ബ്ലോക്ക് ഉള്ള രീതിയിൽ മൈൻ ചെയ്ത് മാറ്റണം. പിന്നെ സ്പോണറിന് അടിക്ക് 2 ബ്ലോക്ക് മതി. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. ഏകദേശം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോവുക. അതങ്ങനെ ക്ലിയർ ചെയ്തെടുത്ത് ഇനി താഴത്തേക്ക് 2 ബ്ലോക്കുള്ള രീതിയിൽ എല്ലാ ഭാഗത്തും മൈൻ ചെയ്തെടുക്കണം. അതങ്ങനെ ക്ലിയർ ചെയ്തെടുത്ത് പിന്നെ ഇതുണ്ടാക്കുമ്പോൾ സ്പോണർമ ഒരു ടോർച്ച് വെക്കാൻ ആണ് മറക്കരുത്, അല്ലെങ്കിൽ സോംബീസ് സ്പോൺ ആവും. ഇനി ഒരു സൈഡ് മാത്രം എല്ലാ ബ്ലോക്കിലും നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കണം. കാരണം വെച്ചാൽ സോംബീസ് സ്പോൺ ആയാൽ ഒഴുകി കില്ലിങ് ചേമ്പർക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാ ഭാഗത്തും വെള്ളം ഒഴിച്ച് വെക്കണം. ഇനി ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കണം. ഇതിൻ്റെ മേലെ ബ്ലോക്ക് വെച്ചൊന്ന് ക്ലിയർ ആക്കണം. ഇനി അടിക്ക് 2 ബ്ലോക്ക് ഉള്ള രീതിയിൽ ഈ സൈഡൊന്ന് മൈൻ ചെയ്യണം, സോംബീസിന് കില്ലിങ് ചേമ്പർക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതിലും ഒരു ബ്ലോക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കറക്റ്റിന് ഒരു ബ്ലോക്ക് ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും. ഇതിലാവും സോംബീസൊക്കെ വന്ന് നിൽക്കുക. ഇനി ഒരു 2 ബ്ലോക്ക് കൂടി അടിയിലേക്ക് മൈൻ ചെയ്യണം. എന്നാലാണ് സോംബീസിനെ കറക്റ്റ് നമുക്ക് കൊല്ലാൻ പറ്റുള്ളൂ. ഈ ബ്ലോക്കിലാണ് സോംബീസ് വന്ന് നിൽക്കുക, അതുകൊണ്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. ഇനി ഈ ഒരു ഏരിയ ഒരു ബോക്സ് രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കണം. എന്നാലാണ് നമുക്ക് അവിടെ നല്ല പോലെ നിൽക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഈ ഏരിയ ഒന്ന് ക്ലിയർ ആക്കി എടുത്തേക്കണേ. ഒരു സ്റ്റെയർ കേസ് മേൽക്ക് ഉണ്ടാക്കിക്കണേ, ആവശ്യത്തിന് മേൽക്ക് പോകാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അത് പൊട്ടിച്ച് മാറ്റണം. നമുക്ക് ഇവിടെ ലാഡർ കൊടുന്ന് വെക്കാം, അതുകൊണ്ട് ഒന്ന് ബെറ്റർ ആവുക. കുറച്ച് കൊബിൾ സ്റ്റോൺ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്, അതൊന്ന് സ്മെൽറ്റ് ആവട്ടെ. നമ്മൾ കുറച്ച് ലാഡറും കുറച്ച് സ്ലാബും ഉണ്ടാക്കി കൊടുക്കണേ. സ്ലാബ് ഇവിടെ വെക്കാം, കാരണം വെച്ചാൽ ബേബി സോംബി എന്നാൽ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഡാമേജ് എടുക്കും, അതുകൊണ്ടാണ് സ്ലാബ് വെക്കണത്. ഇനി ഈ ഒരു ബ്ലോക്ക് കൂടി വെച്ചാൽ ക്ലിയറായി. ഇനി സോംബീസിനെ നമുക്ക് ഇവിടുന്ന് നല്ല പോലെ കൊല്ലാൻ പറ്റും. ഇനി അവിടുത്തെ ആ ടോർച്ചൊന്ന് ഒഴിവാക്കിയാൽ മതി, അപ്പോൾ സോംബീസ് സ്പോണല്ല തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ബ്ലോക്ക് ചെയ്തെടുക്കാം. ഇനി അവിടേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്തായിട്ട് നമുക്ക് ലാഡർ വെക്കാം. ഇതൊന്ന് മേലെ വരെ വെച്ച് ക്ലിയർ ആക്കട്ടെ. നമ്മൾ മേലെ എത്തി. കറക്റ്റിനായിരുന്നു ലാഡർ എടുത്തിരുന്നത്. പുറത്ത് നൈറ്റാണ്, അവിടെ പെട്ടെന്ന് പോയി നമുക്ക് ഉറങ്ങി നീച്ച് വരാം. ഫാമിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ്. അത് നമുക്ക് മേലത്തെ ടോർച്ച് പൊട്ടിച്ച് മാറ്റണം, എന്നാലാണ് മോബ് സ്പോൺ ആവുള്ളൂ. അപ്പോൾ മേൽക്കൊന്ന് കയറണം. നമ്മൾ വാട്ടർ ബക്കറ്റ് വെച്ചിട്ടാണ് കയറുന്നത്. ഇനി ഈ ടോർച്ചൊന്ന് പൊട്ടിച്ച് മാറ്റണം. അപ്പോൾ ടോർച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ സോംബീസ് സ്പോൺ ആവേണ്ടതാണ്. സോംബീസ് സ്പോണായി. ഇനി പെട്ടെന്ന് ഇവിടുന്ന് ബ്ലോക്ക് വെക്കണം, അല്ലെങ്കിൽ അവന്മാർ പുറത്തൊക്കെ ഇറങ്ങും. ഫാമിൻ്റെ പണി കഴിഞ്ഞ് ഇവന്മാരെ ഇവിടുന്ന് തല്ലി കൊന്നാൽ മതി, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ ഏരിയ ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം, ബ്ലോക്കൊക്കെ ഒന്ന് മാറ്റണം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ തീർത്താൽ മതി ഇവന്മാരെ. നമുക്ക് അതിനനുസരിച്ച് SP കിട്ടും, പിന്നെ റോട്ടർ ഫ്ലഷ് കിട്ടും. നമുക്ക് ട്രേഡ് ചെയ്തുകൊണ്ട് എമറാൾഡ് ആക്കുകയാണെങ്കിൽ എത്രയും നേരം ഇവിടെ പണിയെടുത്തുകൊണ്ട് നിൽക്കണേ. പിന്നെ അങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ഈ ചെസ്റ്റിൽ ഇത്രയായും വന്നിരിക്കണേ. പെട്ടെന്ന് ഇത് വർക്കിംഗ് ആയി. ഇതാണ് പ്രശ്നം, ഇടയ്ക്ക് വർക്കാവും ഇടയ്ക്ക് വർക്കാവില്ല. കിട്ടിയാൽ നമുക്ക് ട്രേഡ് ചെയ്യാം. നമുക്ക് എമറാൾഡിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് സ്റ്റോൺ കട്ടറിനെ സെറ്റാക്കിയതിൻ്റെ ശേഷം നമുക്ക് സോഡ് വാങ്ങണം, എന്നാലും ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ ഒന്നുകൂടി ബെറ്റർ ആവും. സ്റ്റോൺ കട്ടർ അങ്ങനെ സെറ്റാക്കി. ഇവനെ മാസ്റ്ററാണ് തോന്നുന്നത് ട്രേഡിൽ നമുക്ക് സോഡ് തരുന്നത്, കറക്റ്റായിട്ട് അറിയില്ല. ഇവൻ ട്രേഡ് ചോദിക്കുന്നത് ക്ലേ ആണ്. 10 ക്ലേ കൊടുത്താൽ ഒരു എമറാൾഡ്. ക്ലേ ഒപ്പിക്കാൻ അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു റിവർ പോകുന്നുണ്ട്, അപ്പോൾ അതിന്ന് മൈൻ ചെയ്തെടുത്താൽ മതി. നമുക്കൊരു ബ്ലോക്ക് കിട്ടി, ഏകദേശം 4 ക്ലേ കിട്ടി. ഇനി ബാക്കിയും കൂടി മൈൻ ചെയ്താൽ മതി. ഇവിടെ എപ്പോഴും കാണലുണ്ട് ഇപ്പോൾ വല്ല ഈ ഭാഗത്ത് കുറച്ച് നിൽക്കുന്നുണ്ട്. ഇതെന്തായാലും മൈൻ ചെയ്തെടുക്കാം നമുക്ക്. അതങ്ങനെ ആവശ്യത്തിനുള്ള കിട്ടിയിരിക്കണേ. ഏകദേശം 3.5 സ്റ്റാക്കോളം ക്ലേ നമുക്ക് കിട്ടി, അതന്നെ മതിയാവും. ഇനി ഇവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കുറച്ച് എമറാൾഡ് വാങ്ങാം, ക്ലേ കൊടുത്തുകാണ്ട്. അടുത്ത ലെവലിൽ അൺലോക്ക് ആയിക്കണേ. പക്ഷേ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ബ്ലോക്ക് കുറച്ച് വാങ്ങാം, ആണ് നല്ലതായി തോന്നുന്നത്. അടുത്ത ലെവലിൽ അൺലോക്ക് ആക്കി. ഇതിൽ നമുക്ക് വിൽക്കാൻ പറ്റിയ ഗ്രാനൈറ്റ് ഉണ്ട്, അത് നമുക്ക് അധികം കിട്ടുന്ന സംഭവമായതുകൊണ്ട് അത് വിൽക്കാം. അത് നമ്മൾ മൈനിങ് ഏരിയയിൽ ഉണ്ടാവും, അവിടെ നിന്ന് ഒപ്പിച്ച് കൊടുത്താൽ മതി.
നമ്മൾ മൈനിങ് ഏരിയക്ക് പോണ ആ ഭാഗത്ത് തന്നെ ഉണ്ട് കുറച്ചധികം തന്നെ ഗ്രാനൈറ്റ്. ഇവിടുന്ന് കുറച്ച് നമുക്ക് ഒപ്പിക്കാം. ഇത് ഞാൻ വിചാരിച്ചായിരിക്കല്ലേന്ന് ഇവിടെ കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം 8-9 സ്റ്റാക്കോളം നമുക്ക് കിട്ടി. ഇതെന്തായാലും നമുക്ക് ട്രേഡ് ചെയ്യാൻ ആവശ്യത്തിലേറെ ഉണ്ട്. ഇത് ഇനി നമുക്ക് ട്രേഡ് ചെയ്യാം. ഏകദേശം എത്ര വാങ്ങും നോക്കാം. ട്രേഡ് ലോക്ക് ചെയ്ത് ഇനിയും ബാക്കിയുണ്ട് നമ്മളെ കഴിക്കാൻ. ഇനിയും വിൽക്കാൻ ആവശ്യം വരുമ്പോൾ. ഇവൻ അടുത്ത ലെവൽ അൺലോക്ക് ആക്കി, പക്ഷെ വേറെ ഒന്നും കാണിക്കണില്ല. ടൂൾസും കാര്യങ്ങളൊന്നും കാണിക്കണില്ല. നമുക്ക് വിൽക്കാനൊന്നും ചോദിക്കണില്ല. അതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് സാധനങ്ങൾ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. അങ്ങനെ നമ്മൾ അടുത്ത ലെവലിലേക്ക് എത്തിച്ച്. ഇതിലും പക്ഷെ ഒന്നും കാണിക്കണില്ലല്ലോ. ഇപ്പോഴൊരു കാര്യം മനസ്സിലായി, ഇവനല്ല നമ്മൾ അൺലോക്ക് ആക്കേണ്ടത്, അത് വേറെ ആളാണ്. ഐഷ്, നമ്മളെ ടൈമും പോയി, എമറാൾഡും കുറേ കൊണ്ടുപോയി കളഞ്ഞു. ഇപ്പോഴൊരു കാര്യം മനസ്സിലായി, നമ്മളെ ഗ്രെയിൻ സ്റ്റോണിനെയാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, ഇവനല്ല. അപ്പോൾ നമുക്കൊരു വില്ലേജറിനാണ് കൊണ്ടുവരണം, എന്നിട്ട് അവനെ അപ്ഗ്രേഡ് ചെയ്യണം. ഞാൻ അത് ചെയ്യാം. ആദ്യം തന്നെ ഒരു ഗ്രെയിൻ സ്റ്റോൺ ഉണ്ടാക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു ഏരിയയും കൂടി ഇവിടെ ഉണ്ടാക്കണം. ഒരു വില്ലേജറിനോട് നമുക്ക് നിർത്തണമല്ലോ, അപ്പോൾ അതിനാവശ്യമുള്ള ഒരു ഏരിയ. ഇവിടെ തന്നെ ഒരു വില്ലേജർ നിൽക്കുന്നുണ്ട്. ഇവനെ നമുക്ക് ആ ജോബ് കൊടുക്കാം. അപ്പോൾ ഇവനെ ഒരു ബോട്ടിൽ പിടിച്ചിരുത്തട്ടെ. ആദ്യം ഗ്രെയിൻ സ്റ്റോൺ ഇവിടെ വെക്കാം, എന്നിട്ട് ഈ ബാരലൊന്ന് പൊട്ടിച്ച് മാറ്റാം. അതിന് അവൻ ആ ജോബ് എടുത്തോളും. കുറച്ച് റെയിൽ ഇവിടുന്ന് പൊട്ടിച്ചെടുക്കാം. അവനെ നമുക്ക് ആ കൂടിനുള്ളിൽ കയറ്റണം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് റെയിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഇനി ഈ ഭാഗത്തൊന്ന് കറക്കി വെച്ചെടുക്കണം. ഇവൻ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു മൈൻകാട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നേരെ കയറിക്കോളും. മൈൻകാട്ട് നമ്മളെ കൈക്കൽ തന്നെ ഉണ്ട്, അവിടെ പേടിക്കാനൊന്നുമില്ല. പക്ഷേ വില്ലേജറിനെ ഇപ്പോൾ കാണാനില്ല, അതാണ് പ്രശ്നം. വില്ലേജർ ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇവൻ ആ ഏരിയക്കത്ത് എത്തിക്കണം. നമുക്ക് ഈ റെയിൽ വെച്ച് കൊടുത്ത്. പക്ഷെ ഇവൻ ആണ്ടാണ് പോണത്. എമറാൾഡ് കാണിച്ച് വരുമോ? എടാ വാടാ എമറാൾഡ്, പൈസ. ഇവനക്ക് പൈസ ഒന്നും വേണ്ട, ഇവനാ പോണ്. ഒരു ബോട്ട് ഉണ്ടാക്കാം. ഓൾറെഡി ഒരു ബോട്ട് ഉണ്ട് നമ്മളെ കൈക്ക്. അവൻ ഈ വില്ലേജിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്ര അയൺകോളാണ് നിൽക്കണത്? 1, 2, 3, 4, 5, 6, 7 അയൺകോളം ഒരു വില്ലേജിൽ. ഇനി അതുകൊണ്ടാണ് എൻ്റെ അയൺ ഫാം വർക്ക് ചെയ്യാത്തവർക്കൊരു ചെറിയ സംശയമുണ്ട്. പക്ഷേ അതാവാൻ ചാൻസ് ഇല്ല. അതും കുറേ വിട്ടാണ് നിൽക്കണത്. ഞാൻ ലീഡ് എടുത്തുകൊണ്ടിരണം, അല്ലെങ്കിൽ അവനെ ബോട്ട് കയറ്റിയിരുത്തിയാൽ നമുക്ക് വലിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ലീഡ് എടുത്തുകൊണ്ടിരാം. ഇവനങ്ങനെ കിട്ടി. ഇനി ബോട്ടിൽ നിന്ന് കയറ്റിയിരുത്തിയാൽ മതി. ബോട്ടിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോവായിരുന്നു. 2 ബോട്ടിൽ കയറി, അത് പ്രശ്നമില്ല. നമുക്ക് ഇവനെ പിന്നെ അവിടെ എത്തിയതിൻ്റെ ശേഷം തുറന്നു വിട്ടാൽ മതി. ഇവന്മാരൊന്നും കണ്ട് എത്തിക്കണം ആണ് ടാസ്ക്. ഇവന്മാരങ്ങനെ ഇവിടെ എത്തിച്ച് ഇനി ഈ ബോട്ടൊന്ന് തുറന്നു വിട്ടാൽ മതി. മറ്റേ ലൈബ്രറിയൻ ആണെന്നെ പോയിക്കോളും, അത് പ്രശ്നമില്ല. പക്ഷെ ഇവൻ ഇവിടെ തന്നെ നിൽക്കണം. ഇവനങ്ങനെ മൈൻകാട്ടിൽ കയറി. നമുക്ക് ഒന്നുകൂടി സുഖമായി. ഇനി ഇവിടെ വെച്ച റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റിയാൽ മതി. എന്നിട്ട് നമുക്ക് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇവന് ഈ ജോബ് എടുക്കണില്ല, അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നത് ഈ ബാരലിവിടെ ഇരിക്കണോണ്ടാണ് തോന്നണത്. അവിടെ ഇതൊന്ന് പൊട്ടിച്ച് മാറ്റിയൊന്ന് നോക്കട്ടെ. ഇതൊന്ന് പൊട്ടിച്ച് മാറ്റിയേക്കണം. ഇനി ഒന്ന് നോക്കട്ടെ ജോബ് എടുത്തോന്ന്. കിട്ടി. ആ ബാരലവിടെ ഇരിക്കണോണ്ടായിരുന്നു അവൻ ജോബ് എടുക്കാത്തത്. ഈ സാധനങ്ങളൊക്കെ ഒന്ന് തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവൻ ചോദിക്കുന്നത് കോളും പിന്നെ ആക്സ് ആണുള്ളത്, നമ്മൾ വാങ്ങാനുള്ളതാണ്. അതിൽ ആക്സ് വാങ്ങാം കുറച്ച്. കോൾ നമ്മളെ കൈക്കില്ല. അതങ്ങനെ സെറ്റാക്കി. ഞാൻ അടുത്ത ലെവലൊന്ന് അൺലോക്ക് ആക്കട്ടെ. അടുത്ത ലെവലിൽ അൺലോക്ക് ആക്കി. ഇതിൽ അയൺ ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് അയൺ കൊടുക്കാം. അയൺ നമ്മളെ കയ്യിൽ അയൺ ഫാം വർക്കിംഗ് ആണ് തോന്നുന്നത്. അപ്പോൾ അതിൽ അയൺ ഉണ്ടാവും, അത് കൊടുക്കാം. ഇതുവരെ വർക്കിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ വന്ന് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് പോപ്പി ഒരു ക്യാരറ്റ് ഇരിക്കുന്നുണ്ട്, അല്ലാതെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് പിന്നെയും ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ അയൺ ഒപ്പിക്കൽ പറ്റൂല, വേറെ എന്തെങ്കിലും വഴി ഇനി നോക്കണം. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. വില്ലേജിൽ കുറേ അയൺ ഗോളുണ്ട്. ഇവന്മാരെ കുറച്ച് ആൾക്കാരെ നമുക്ക് തീർക്കാം.
എന്നാലും എങ്ങനെ ഈ വില്ലേജിൽ ഇത്ര തോന്നെ അയൺ ഗോളം സ്പോണായി എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമുക്ക് ഒരു അയൺ ഗോളം ഫാം ഉണ്ടാക്കണം, കുറച്ച് ദൂരമായിട്ട് ഉണ്ടാക്കണം, എന്നാലാണ് നല്ലപോലെ വർക്കാവുള്ളൂ. ഇവന്മാരെ കുറച്ച് ആൾക്കാരെ തീർക്കട്ടെ. ഇവിടെ ഉണ്ടായിരുന്ന ഗോളത്തിനൊക്കെ ഞാൻ ഏകദേശം തീർത്ത്. ഇനി ഇവിടെ വേറെ ഗോളത്തിനൊന്നും കാണാനില്ല. അപ്പം നമുക്ക് ഈ കിട്ടിയ അയൺ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. അടുത്ത ലെവലൊന്ന് അൺലോക്ക് ആക്കി കിട്ടിയാൽ അത്രക്കും നല്ലത്. അങ്ങനെ അടുത്ത ലെവൽ നമ്മൾ അൺലോക്ക് ആക്കാൻ പോവാണ്. ഇനി എന്താണ് കിട്ടണമെന്ന് നോക്കട്ടെ. ബെല്ലും ഫ്ലിൻ്റാണ് ഇപ്പോൾ ഉള്ളത്. ഫ്ലിൻ്റാണ് നമുക്ക് ഒന്നുകൂടി സുഖമായിട്ട് തോന്നണത്. നമ്മളാ റിവറിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കുറേ ഫ്ലിൻ്റ് രാവിലുണ്ട്. അപ്പോൾ അതൊന്ന് മൈൻഡ് ചെയ്താൽ ഫ്ലിൻ്റാക്കി കിട്ടും. അപ്പോൾ അതൊന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഈ ഭാഗത്തും പിന്നെ റിവറിലൊക്കെ കുറേ ഗ്രാവലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കണം. ഒരു ഡോർ ഉണ്ടാക്കിയതിൻ്റെ ശേഷം നമുക്ക് റിവർക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഓക്സിജനും കിട്ടും, നമുക്ക് ഡാമേജൊന്നും കിട്ടില്ല. അപ്പോൾ ആണ് ഒന്നുകൂടി നല്ലതായിട്ട് തോന്നണത്. ഇനി കുറച്ചധികം തന്നെ ഗ്രാവലും മൈൻഡ് ചെയ്തെടുക്കട്ടെ. കുറച്ചധികം ഞാൻ ഫ്ലിൻ്റാക്കി മാറ്റി. ഇനി നമുക്കൊന്ന് ട്രേഡ് ചെയ്യാം. അടുത്ത ട്രേഡിൽ എന്തായാലും നെക്സ്റ്റ് ലെവലാവും. ഇനി ഒന്ന് ലെവലപ്പ് ആവട്ടെ. ഇതിൽ ആക്സാണ് വിൽക്കുന്നത്. അതെല്ലാം നമുക്ക് ആവശ്യമില്ല, നമ്മളെ കൈക്ക് ഒരെണ്ണം ഉണ്ട്, അവിടെ നമ്മൾ വാങ്ങണില്ല. അവിടെ നമുക്ക് ഫ്ലിൻ്റ് തന്നെ കൊടുത്തിട്ട് എന്താണ് മാസ്റ്റർ ആക്കി എടുക്കുക. എന്നാലാണ് നമുക്ക് സോഡിൻ്റെ ലെവലാവുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഫ്ലിൻ്റ് ഒപ്പിക്കട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലിൻ്റ് കിട്ടി. നമ്മൾ ഇവനെ മാസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഈ ഭാഗം പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ നിന്നിട്ട് തന്നെ ഞാൻ ഫ്ലിൻ്റ് ആക്കി മാറ്റിയിരുന്നത്. ഇനി നമുക്ക് സോഡ് വാങ്ങാൻ വേണ്ടിയേക്കുന്നത് 15 എമറാൾഡിന് ഫയർ ആസ്പെക്റ്റും ഉണ്ട്. ഒന്നുകൂടി നല്ല സോഡ് തന്നെയാണ്. നമുക്ക് എന്തായാലും മോബിനൊക്കെ കൊല്ലുമ്പോൾ കുക്ക് ചെയ്ത് കിട്ടും. ഇപ്പോൾ കൗവിനെയും ഷീപ്പിനൊക്കെ കൊല്ലുമ്പോൾ കുക്ക് ചെയ്തുകൊണ്ട് ഫുഡ് കിട്ടും. അതുകൊണ്ട് നല്ലതാണ്. ഈ ഭാഗത്തൊരു ബ്ലോക്കൊക്കെ മാറ്റാം. അപ്പോൾ ആദ്യം തന്നെ താഴത്തെ ബ്ലോക്ക് നമ്മൾ പൊട്ടിച്ച് മാറ്റുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ ബ്രിക്ക് വെക്കാൻ പോവുകയാണ്. അതൊന്നുകൂടി കാണാൻ ഭംഗിയുള്ള ബ്ലോക്ക്. നമ്മളെ കയ്യിലുണ്ടായിരുന്ന ബ്ലോക്കൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞ് ഇനി കുറച്ചുകൂടി ബ്ലോക്ക് നമുക്ക് സ്മെൽറ്റ് ചെയ്തിട്ട് വേണം. അതങ്ങനെ സെറ്റായി. ഇനി ബാക്കിയുള്ള ഏരിയയും കൂടി ഒന്ന് ബ്ലോക്ക് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കട്ടെ. അതങ്ങനെ സെറ്റാക്കി എടുത്ത് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇവന്മാരെ ഇവിടുന്ന് തീർത്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള എസ്റ്റ് ഇവിടുന്ന് കിട്ടിക്കൊണ്ട് നിൽക്കും. പിന്നെ റോട്ടർ ബ്ലഷും ഉണ്ട്, അത് നമുക്ക് ട്രേഡ് ചെയ്യാം. ഈ ലാൻഡർ വെച്ച ബാക്കത്തെ ബ്ലോക്കും കൂടി ഒന്ന് നമുക്ക് ഈ ബ്രിക്ക് തന്നെ ആക്കിയിടാണ്ട് എടുക്കാം. എന്നാലൊന്ന് ഫിനിഷായി നിൽക്കുള്ളൂ. ഒരു ലാസ്റ്റ് ബ്ലോക്കും കൂടി ഉണ്ട്, ഇതും കൂടി ഒന്ന് മാറ്റട്ടെ. അതും കൂടി മാറ്റി വെച്ച് ഇപ്പോൾ ക്ലീനായി. ഇതാണ് നമ്മളെ SP ഫാർമ് എന്ന് പറയാം. എന്നാലും വലിയ രീതിക്ക് SP കിട്ടില്ല, മെല്ലെ SP കിട്ടുള്ളൂ. എന്നാലും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.